ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. വേറെ ഒന്നുമല്ല, ഹേസിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. നല്ല മഴക്കാറ് മൂടി നിൽക്കുകയാണ് രാവിലെ തന്നെ. ഇതാ രണ്ടുപേരും നല്ല ഉറക്കമാണ്. മോളും ഉറങ്ങാണ്, മോനും ഉറങ്ങാണ്. എണീറ്റാൽ എന്തായാലും ഉറപ്പാണ് ഓളും എണീക്കും എന്നുള്ളത്. ഓനെ പതുക്കെ എങ്ങനെയും ഒന്ന് എണീപ്പിച്ച് കൊണ്ടുപോകണം താഴത്തേക്ക്. പക്ഷേ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്തായാലും രാവിലെ ഒരു 7 മണി ആയിട്ടുണ്ട്. നേരത്തെ എണീറ്റോട്ടെ എന്ന് വിചാരിച്ചിരുന്നത്. ലഞ്ച് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഞാനും 7 മണിക്ക് തന്നെ എണീറ്റത്. അപ്പോൾ രാവിലെ തന്നെ സ്കൂളിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലാണിത്. ബാഗ് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, അത് തൂക്കി താഴേക്ക് വരികയാണ്. ഇനിയിപ്പോൾ അവനൊന്ന് ഫ്രഷ് ആക്കണം. അതിനുള്ള പണി വല്ലാത്തൊരു പണി തന്നെയാണ്. ഭയങ്കര കരച്ചിലായിരിക്കും രാവിലെ ഒന്ന് കുറച്ച് നേരത്തെ എണീറ്റാൽ, അവൻ്റെ ഉറക്കം റെഡി ആയിട്ടില്ലെങ്കിൽ. അപ്പം എങ്ങനെയൊക്കെ ഇതാ പിടിച്ച് കുളിപ്പിച്ച് അപ്പോഴേക്കും ഓള് എണീറ്റ് രണ്ടുപേരും കൂടിയും കളിക്കാൻ നോക്കുകയാണ്. ഓൾക്ക് ഓനായാൽ മതി. അവൻ്റെ സൗണ്ട് എവിടുന്നേലും കേട്ടാൽ പിന്നെ രണ്ടാളും ഭയങ്കര ഇതിലായിട്ട് ഇങ്ങനെ നിന്നോളും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കൊരു തോണ്ടലും കുത്തലൊക്കെ ഉണ്ട് അവൻ്റെ വക. അങ്ങനെ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇഡ്ഡലിയാണ്. രാവിലെ തന്നെ നോമ്പാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. രാവിലെ ചായക്കടി വേണ്ടാത്തത് കാരണം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാണ് ഇവരെ യൂണിഫോം കേട്ടോ. ഒരു 9 ആകുമ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചു. ഒരു ഗ്രീൻ കളറാണ്, ഗ്രീനും ബ്ലാക്കും. മൺഡേ ഇതാണ്, ട്യൂസ്ഡേ ഒരു ബ്ലൂ ആണ്, വെനസ്ഡേ ഒരു പിങ്കാണ്. സ്കൂളിലേക്ക് ഇതാ നടന്നു നടക്കാനേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്സും ഇല്ല. എൻ്റെ വീടിന് തൊട്ട മുകളിൽ തന്നെയാണ് സ്കൂള്. അപ്പം അവനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ പോവാണ്, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. ആൾക്ക് ഭയങ്കര ഇടങ്ങേറും ഉണ്ട്, അതേപോലെ തന്നെ എക്സൈറ്റഡും ആണ്. എന്താവും എന്നറിയില്ല. എന്തായാലും പോയി നോക്കുകയാണ്. ഫ്രണ്ട്സിനൊക്കെ കണ്ട് അവരുടെ കമ്പനിയൊക്കെ ആകുമ്പോൾ ഒന്ന് റെഡി ആവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ അവരെ സ്കൂള്. ഫ്രണ്ടിൽ തന്നെ നല്ല ബലൂണൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവരെ ക്ലാസ് കേട്ടോ. സ്കൂളിൻ്റെ നെയിം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളാണ്. ഞങ്ങൾക്ക് പിന്നെ സ്കൂൾ ബസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, നടക്കാൻ മാത്രമേ ഉള്ളതായതുകൊണ്ട് നല്ല നല്ല അട്രാക്റ്റീവ് ക്ലാസ്സൊക്കെയാണ് കേട്ടോ. ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല പെയിൻറ്റൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയാണ്, കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഓക്കെ, എനിവേ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവൻ്റെ മുഖം കണ്ടിൽ ഭയങ്കര ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവൻ പോണത്. ഞാനവിടെ നിൽക്കും എന്നുള്ളത്. മിസ്സ് വന്ന് ബലൂണൊക്കെ കൊടുത്ത് അവൻ ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറേ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. കുറേ പേര് കരച്ചിലാണ്, കുറേ പേര് കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ നിൽക്കണമുണ്ട്. പിന്നെ അവിടെ ക്ലാസ് റൂമിൽ കുറച്ച് ഗിഫ്റ്റും ബോക്സസും ഒക്കെ കണ്ടപ്പം പിന്നെ കുറച്ചുകൂടി ഒന്ന് സന്തോഷമായി. സർപ്രൈസാണെന്നൊക്കെ പറഞ്ഞപ്പം ഒന്നും കൂടി ഒന്ന് ഇൻട്രസ്റ്റഡ് ആയി. എന്നാലും സങ്കടമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇവിടെ കയറി നിന്ന് ബലൂണൊക്കെ കിട്ടിയപ്പോൾ ഒന്നുകൂടി ഹാപ്പിയായി. ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഞാൻ കൊണ്ടുപോയി ഇരുത്തിച്ച്. ഇപ്പം മിസ് എന്തായാലും സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ മതിയാവുമായിരിക്കും. അപ്പോൾ അപ്പുറത്തെ കുട്ടികളൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കണം. ഇതുവരെയായിട്ടും കരഞ്ഞേയില്ല. ലാസ്റ്റിലേക്കൊരു അവസ്ഥ തന്നെയായിരുന്നു. ഇപ്പം തന്നെ എൻ്റെ പിന്നാലെയാണ്. ഞാൻ ഡോറിൻ്റെ അവിടേക്ക് പോകുമ്പോൾ എൻ്റെ ബാക്കിൽ പിന്നെയും വരും. അങ്ങനെയൊക്കെ അങ്ങനെ ആളെ ബുക്കൊക്കെ എടുത്ത് വെച്ച്, മീൻസ് ബുക്കല്ല, ബോക്സും അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ ടേബിൾ മേലേക്ക് എടുത്ത് വെച്ച് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പാരൻസ് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മടിയിൽ കയറി കുത്തിരുന്ന് കരച്ചിൽ തുടങ്ങിയതാണ്. ഭയങ്കര സങ്കടമാണ്. ഓന് ഒന്നാമത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഞങ്ങളെ വിട്ടിട്ട് നിന്നിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. അത് ഞങ്ങൾക്കായാലും ഓനക്കും ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രണ്ടുപേരും ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കൂൾ പോക്ക് എന്നുള്ളത്. അങ്ങനെ ക്ലാസ്സിലേക്ക് എത്തി. ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. അതാണിത്. അങ്ങനെ ലാസ്റ്റ് പാരൻസിനൊക്കെ പിന്നെ അകത്തേക്ക് കയറ്റി അവനെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിപ്പിച്ച് സ്വീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. ലഡുവും കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടേനി. അപ്പം ജോണി യെസ് പാപ്പ എന്ന് പറഞ്ഞ റൈമൊക്കെ പോയി പാടി. മിസ്സുമാരൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. 2 മിസ്സുമാരുണ്ട്, കണ്ടല്ലോ. 2 മിസ്സുമാരും നല്ല ഫ്രണ്ട്ലിയാണ്. നല്ലോണം കുട്ടികളോട് നല്ലോണം മിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. CVയിലൊക്കെ എന്തൊക്കെയോ സീക്രട്ടൊക്കെ പോയി പറഞ്ഞു, ഏത് പാട്ടാണ് പാടുന്നതെന്നുള്ളത് പറയുകയാണ് കേട്ടോ. സൗണ്ട് അധികം പാടിയിട്ടൊന്നുമില്ല, സൗണ്ടിലൊന്നും പാടിയിട്ടൊന്നുമില്ല, ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പാടിയിട്ടുള്ളൂ.
പക്ഷെ എന്നാലും ഒരു ഹാപ്പിനെസ് അല്ലേ. ഓനിക്കും ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള തിങ്ങാണ്. അവന് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. റീലൊക്കെ കാണുമ്പോൾ ആ റീലിലുള്ള സോങ്ങൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാന്ന് പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പാടി തീർത്ത് സർപ്രൈസ് തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാടിപ്പിക്കണതും അവിടെ ഇരുത്തണതും ഒക്കെ. അപ്പോൾ ലാസ്റ്റ് സർപ്രൈസ് ബോക്സൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഗലമ്പേന് വീഡിയോയിൽ കണ്ടല്ലോ. ഇപ്പം ഇവിടെ അടുത്ത് തന്നെ കേട്ടോ എൻ്റെ വീട് ഇതാ ഞാൻ കാണാം. അപ്പോൾ നടക്കാൻ മാത്രമേ ഉള്ളൂ. ഓ ഇതാണിതാ ഈസി. എന്തൊക്കെയാണ് കിട്ടിയ സ്കൂളിൽ നിന്ന്? മാം എന്തൊക്കെയാണ് തന്നെ? ആ മോക്ക് പെട്ടെന്ന് എത്തണം, ഓൾ കരച്ചിൽ തുടങ്ങി. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. അല്ലെങ്കിൽ 12:50 വരെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട്, അതിനായും പോന്നു. എനിവേ ഒരവസ്ഥ തന്നെയായിരുന്നു, ഭയങ്കര കരച്ചിലും അലമ്പൊക്കെ ആയിന്. ഇനി നാളെ എന്താവും അറിയില്ല, നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എനിവേ എല്ലാവരും വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.